ഇത് ഗൈസ് 300 വർഷം പഴക്കമുള്ളതാണ് ഈ കാണുന്നത്. അതായത് ഇതിൽ 16 പില്ലറുകൾ ഉണ്ടെന്ന് പറഞ്ഞ് അതിൽ 16ഉം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോരോ പില്ലേഴ്സാട്ടോ. അതാണ് ഓരോരോ പില്ലറും വ്യത്യസ്തപരമായ ഡിസൈനിലാട്ടോ. ആദ്യം ഇതെല്ലാം നിർമ്മാണം ചെയ്ത് അങ്ങനെയാട്ടോ അതിന് മേൽക്കുമാരം കണ്ടോ. എന്തൊക്കെയാണ് വച്ചവരെ ശേഷം അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം ശ്രദ്ധിക്കുന്നു ഗൈസ്. ഞങ്ങളെ സ്വന്തം വൈറ്റ് മച്ചാൻ നമ്മളിതേ ഇനി മഹാരാഷ്ട്ര എല്ലോറ ഔറംഗാബാദ് എല്ലോറയിൽ അതായത് ഒരു ഏകദേശം അത്യാവശ്യം പഴക്കം ചെന്ന കുറേ അധികം ഹിസ്റ്ററിയുള്ള ഒരു കേവ് നമുക്ക് കാണാനുണ്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു കേവിൻ്റെ കാഴ്ചകളാണ് ഞാൻ മെയിനായിട്ട് കാണിക്കുന്നത്. അതിൽ ചരിത്രം കുറച്ച് എന്നെ കൊണ്ട് അറിയണത് ഞാൻ കുറച്ച് ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എന്താണെന്നുള്ള. ജസ്റ്റ് ഒരു വോയിസ് ഓവറായിട്ട് ഞാൻ കേട്ടി തരാം കേട്ടോ. കറക്റ്റായിട്ട് ഫുള്ളായിട്ട് എനിക്ക് അറിയില്ല. ഏകദേശം കുറേ അധികം ഹിസ്റ്ററിയുള്ള അത്യാവശ്യം നല്ല എന്താ പറയുക അത് നിർമ്മാണത്തിന് വരെ കുറച്ച് കാരണങ്ങളുള്ള ഒരു ഇതാണ്. ഏകദേശം 18 വർഷം എടുത്ത നിർമ്മാണത്തിന് 18 വർഷം എടുത്ത ഒരു കേവാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് മഹാരാഷ്ട്രയിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു എല്ലോറയിലുള്ളൊരു കേവാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഗൈസ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നമുക്ക് ഇനി അവിടുത്തെ കാഴ്ചകളായിട്ട് കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ പോളായിരിക്കും വീണ്ടും നിർത്തി ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. നമുക്ക് ജസ്റ്റ് മാപ്പും കാര്യങ്ങളൊക്കെ ആകെ കൊളായിട്ടുണ്ട്. അത് ഇവിടെ നമ്മൾ ആ കേവിലോട്ട് കയറിനോട്ട് തന്നെ മക്കളെ പേരും തിരക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ രാവിലെ കയറാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നടക്കില്ല എന്നുള്ള അറിയത്തില്ല. നമ്മൾ വണ്ടി ചെറുക്കോടെ പാക്ക് ചെയ്തിട്ടുള്ളത് കാണുന്ന ഹോട്ടലിൽ ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ ഇന്ന് തന്നെ കയറാൻ മതി. നാളെ ഇതുണ്ടല്ലോ ഗൈസ് അങ്ങനെ എല്ലോറ കേവിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. യൂട്യൂബിലുണ്ടായിരുന്ന മെറ്റീരിയൽസ് ആട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്നോട്ട് അങ്ങോട്ട് കയറുകയാണ്. ഇതാണ് എൻട്രൻസ്. ഇതിനകത്ത് കുറേ കാണാനുണ്ട്. നാളെ ഇത് ഓപ്പൺ ആക്കില്ല, അതാണ് മെയിൻ വിഷയം. അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ കയറിയിട്ട് നല്ല രീതിയിൽ ആൾക്കാരുടെ സമയം കണ്ടു. എല്ലോറ ഫോർട്ടിൻ്റെ അകത്തോട്ട് കയറിയിട്ട് അതേപോലത്തെ ടോക്കനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതേപോലെ ഈ ടോക്കൻ നമ്മളെ താജ്മഹൽ കിട്ടുന്നു കേട്ടോ. അവിടെ പോയപ്പോൾ എനിക്ക് ഇതേപോലെ പണി കിട്ടിയാണ്. ഫോറിനറാന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു വെച്ചു. അരമണിക്കൂർ എന്നെ പോസ്റ്റ് ആക്കിയിരുന്നു കേട്ടോ. അതിൽ ഫോറിനർക്ക് 350 രൂപ ടിക്കറ്റ്. നോർമൽ ഒരാൾക്ക് 50 രൂപ 30 രൂപ എന്നുള്ളൂ താജ്മഹൽ കയറാൻ. അതേപോലെ തന്നെ ഇവരെന്നെ പിടിച്ചു വെച്ചിട്ടില്ല. ഞാൻ മുഖത്തൊരു നോട്ടം നോക്കി. അപ്പോൾ എങ്ങനെയല്ലേ എല്ലോറ കേവിലോട്ട് കയറി. ഇവിടെ കുറേ അധികം കേവുകൾ കാണാനുണ്ട് കേട്ടോ. കുറേ ഹിസ്റ്ററിയുള്ള സംഭവമാണ്. എങ്ങനെയായാലും നമുക്ക് കാണാം. വഴിയെ കണ്ടറിയാം കേട്ടോ. മേലെ പോയി കഴിഞ്ഞാൽ ഇത് കണ്ടോ. അങ്ങോട്ട് നിങ്ങൾക്ക് കാണാവുന്നതാ അങ്ങോട്ട് നോക്കി. അങ്ങനെ കഴിച്ച് നമ്മുടെ എല്ലോറ കേവ്സിനകത്തോട്ട് കയറുകയാണ്. ഇതാണ് കണ്ടോ, ഇതിൻ്റെ മേൽക്കൂമ്പാരാണ് ആദ്യം ഉണ്ടാക്കിയത്. ഇത് ഇത്രയും കൊത്തി പണിയെടുത്ത് ഈ കാണുന്ന മൊത്തം ഉണ്ടല്ലോ ഇതെല്ലാം ഇതുപോലെ ആക്കിയെടുക്കാൻ ഏകദേശം 18 വർഷം എടുത്തൊന്നാട്ടോ ചരിത്രം പറഞ്ഞത്. അതായത് ഒരു രാജാവ് തൻ്റെ രാജാവിൻ്റെ അസുഖമായപ്പോൾ ഇത് മാറിയാൽ എന്തോ ഒരു ചരിത്രം ഉണ്ടോ അതിന്. ഇത് മേൽക്കൂമ്പാരിൽ നിന്നാണ് ആദ്യം പണി തുടങ്ങിയത്. മേലിൽ നിന്ന് താഴോട്ടാട്ട പണിത് ഈ ഒരു രൂപത്തിലാക്കിയിരുന്നത്. ഏകദേശം 18 വർഷത്തോളം പഴക്കമുണ്ട് ഇതിന്. അങ്ങനെയാണ് പറയപ്പെടുന്നത് കേട്ടോ. എങ്ങനെയല്ല നമുക്കിത് അകത്തോട്ട് കയറി വെക്കാം. അത് 18 വർഷം എടുക്കാൻ കാരണം ഇത് പാറ കൊണ്ട് കൊത്തി എടുത്തതാട്ടോ. അതിൽ അത്രയും പുറത്തുനിന്ന് ഒരാളെ ഒന്ന് കൊണ്ടുവന്നിട്ട് കൊത്തി പണിതാണെന്ന് പറഞ്ഞു. ഇവിടെയോടെയും ഒരു ആശാരിമാർ കിട്ടിയില്ല അങ്ങനെയൊക്കെ ചരിത്രം പറഞ്ഞു കേൾക്കാം. കണ്ടു നോക്കിയോ. ഗൈസ് അപ്പോൾ ഇതിനകത്ത് കുറേ കാണാനുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഭാഗങ്ങൾ കാണാനുണ്ട്. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ 18 വർഷം എന്ന് പറഞ്ഞ കേട്ടോ ചരിത്രം. ഇത് കാണുന്നുണ്ടോ? ഇതെല്ലാം പാറയിൽ കൊത്തി വെച്ച് ഉണ്ടാക്കാമെന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു രാജാവ് തൻ്റെ രാജ്ഞി എന്താണ് നമ്മളെ ഇതിന് ഇരുന്നപ്പോൾ ഇത്ര ദിവസം കൊണ്ട് ഉണ്ടാക്കി കൊടുത്ത, അതായത് എന്താ പറയുക, ഇതിൻ്റെ മേൽക്കൂമ്പാരം പണിതെന്ന് വരെ ഞാൻ വ്രതം ഇരിക്കും എന്നാണ് പറഞ്ഞത് ശരിക്ക്. അത് നേരെ സത്യം പറഞ്ഞാൽ അത്രയും സമയമെടുക്കുമ്പോൾ ഈ രാജാവിൻ്റെ രാജ്ഞി മരിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് പണിയാൻ ഒരു ആശാരിമാരെ അങ്ങനെ പുറത്തുനിന്ന് വന്നിട്ടാണ്
അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തി പറഞ്ഞു തരാം കേട്ടോ, എന്താ ഡീറ്റെയിൽ ആയിട്ടുള്ളത്. അതായത് അവർ എന്നിട്ട് നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അതായത് ഈ കൂമ്പാരം 12 വരെ ഈ രാജ്ഞി വ്രതം ഇരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ശരിക്ക് ഈ കേവിൻ്റെ ആദ്യത്തെ കൂമ്പാരാണ് ആദ്യം പണിഞ്ഞത്. അതാണ് സത്യം, അതാണ് മെയിൻ ചരിത്രം എന്ന് പറഞ്ഞത്. അപ്പോൾ അതെ കണ്ടു നോക്കിയേ, എന്നെ പെർഫെക്ഷനാണ് നോക്കിയേ. ഇതൊക്കെ അവിടെ കാണണ്ടേ, നമ്മൾ ഹിസ്റ്റോറിക്കലായുള്ള ഓരോ സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മെയിൻ കൂമ്പാരം എവിടെയാണ് എടുക്കുന്നത് എനിക്കറിയത്തില്ല. ഇവിടെ ഇഷ്ടം പോലെ കാണാനുണ്ട് കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഇതിന് തന്നെ സെപ്പറേറ്റ് വ്ളോഗ് വേണമെന്നുള്ള എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ എടുത്തത് കേട്ടോ. നോക്കിയേ, ഓരോരോ ഭാഗങ്ങൾ ഉണ്ടാക്കിക്കണ നോക്കിയേ, എന്താല്ലേ ചിന്തിച്ച് നോക്കിയേ ഗൈസ്. പാറയിൽ ഇങ്ങനെ കൊത്തിയെടുക്കാന്നുള്ളത് 18 വർഷം കൊണ്ട്. ചരിത്രം പറഞ്ഞത് 18 വർഷം എന്നാണ്. എങ്ങനെ കറക്റ്റായിട്ടുള്ള റൂട്ട് എനിക്കറിയത്തില്ല. ഇത് കണ്ടോ, ഓരോരോ പ്രതിമകൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയേ എത്ര സമയം എടുത്തിട്ടുണ്ടാവും. ഇതിൽ ഇത് ഒരു ചരിത്രം വരണ്ട്. അതായത് ബ്രിട്ടീഷുകാർ അന്നത്തെ കാലത്ത് ഇതുപോലത്തെ കേവുകൾ ഒക്കെ പൊളിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അന്നത്. കാരണം ഈ ആനന് ഏകദേശം ടോട്ടൽ 6 ആന അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇതേപോലെ പ്രതിമകൾ അതിൽ ഇതേപോലത്തെ ആനയുടെ തുമ്പിരിക്കൈ എല്ലാം തകർത്തിട്ടും എത്രയോ വർഷം എടുത്തിട്ട് അവർക്ക് തകർക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞത്. അത്ര വർഷം കൊണ്ടാണ് കണ്ടോ ഈ ആനയുടെ തുമ്പിരിക്കൈ ഇല്ലേ, കണ്ടോ നിങ്ങൾക്ക് കാണാം. അതേപോലെ വേറെ അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും 2-3 ബാക്കി ഇരിപ്പുണ്ട്. അത്രയും തകർക്കാൻ അവർക്ക് പറ്റില്ല. അത്രയും എന്താ പറയുക സ്ട്രോങ് ആണ്. അതായത് പാറയിലാണ് ഇത് കൊത്തിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഷോ ഓക്കെ, നിങ്ങൾ ഈ കാണുന്ന ഒരു കൊട്ടാരം തന്നെയാണ് കേട്ടോ. എന്തായാലേ ഇത്രയും വലിയ കൊട്ടാരമൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്നിപ്പോൾ ഇതേപോലെ ഒരു കൊട്ടാരം പണിയെന്നുണ്ടെങ്കിൽ സിമെൻറ്റ് കല്ല് ഇതെല്ലാം മതി. പക്ഷെ അന്ന് ഇങ്ങോട്ട് നോക്കി ഇതൊരു പാറയിൽ ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിനകത്തോട്ടൊക്കെ നമുക്ക് കയറാൻ സാധിക്കും. എന്തായാലും നമുക്ക് അകത്തോട്ട് കയറി നോക്കട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന രൂപത്തിലെല്ലാം ഞാൻ കൊള്ളിക്കാൻ പറ്റും നോക്കാം. എനിക്ക് തോന്നുന്നു കണ്ടോ പാറ കണ്ടോ, ഇതാണ് ഇതിൻ്റെ ടോപ്പ് എന്ന് തോന്നുന്നത്. ഇങ്ങോട്ട് നോക്കാം നമുക്ക്. ഇവിടെ നോക്കിയേ, ഇതൊക്കെ പാറ കണ്ടോ, കൊത്തി കൊത്തി നിർമ്മിച്ചതാട്ടോ. ഇതിൻ്റെ മേൽക്കൂമ്പാരമാണ് ആദ്യം ഉണ്ടാക്കിയതാണ്. മേൽക്കൂമ്പാരം നിന്ന് താഴോട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. സാധാരണ അടിയിൽ നിന്നാണ് ഉണ്ടാക്കുക. പക്ഷേ ഈ ഒരു മലമുകളിൽ നിന്ന്, പാറമുകളിൽ നിന്ന് തുടങ്ങി കൊത്തി കൊത്തി പണിയെടുത്ത് ആദ്യം ഇതെല്ലാം നിർമ്മാണം ചെയ്ത് അങ്ങനെയാട്ടോ. അതിൻ്റെ മേൽക്കുമ്പാരം കണ്ടോ, ആ കാണുന്നതാണ് ഏറ്റവും ടോപ്പ് മേൽക്കുമ്പാരം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് പണി തുടങ്ങിയത്, സ്റ്റാർട്ടിങ്. എന്തായാലും നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഇതെല്ലാം നേരിട്ട് കാണണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എത്രയധികം വർക്കുകൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. 18 വർഷം എടുത്തു. അത് കാണുമ്പോൾ തന്നെ എനിക്ക് തന്നെ കാണുമ്പോൾ തന്നെ എന്തോ അത്ഭുതം തോന്നുന്നു കേട്ടോ. ഇതെല്ലാം നമ്മളെ ഇന്ത്യയിലാണെന്ന് പറയുമ്പോൾ മഹാരാഷ്ട്ര നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം വെച്ചാൽ കുറേ സ്ഥലങ്ങൾ, കുറേ ചരിത്രപരമായ സ്ഥലങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കിടക്കുകയാണ്. ഇതുണ്ടോ, അതുപോലെ ഇതൊക്കെ നോക്കിയേ. ആക്ച്വലി ഇതിനകത്ത് എന്തുകൊണ്ട് എന്തായാലും ഉള്ളിലോട്ട് കയറി നോക്കാം. അതൊന്നുമില്ലേ, മേലോട്ട് ക്ലോസ് ചെയ്ത് കാണാം.
അങ്ങനെ ഗൈസ് നമ്മളിത് ഇതിൻ്റെ അകത്തോട്ട് ഇത് മെയിൻ കൊട്ടാരമാണിത്. അകത്തോട്ട് കയറുക കേട്ടോ. കുറച്ച് സ്റ്റെപ്പുകളാണ് ഉണ്ടോ. ഇപ്പോൾ ഗൈസ് നമ്മളിതിൽ ഫസ്റ്റ് ഫ്ലോർ പോലെ ഒരു ഏരിയ കേട്ടോ. കുറച്ചൊരു കയറിയിട്ട് അതായത് മുകളിൽ നിന്നുള്ള കാഴ്ചയുടെ അതിനകത്തോട്ട് കയറാൻ പറ്റും കേട്ടോ. നമുക്ക് അകത്ത് കയറണം. ആദ്യം പുറത്തുള്ള ജസ്റ്റ് കാഴ്ചകളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് വേണ്ടോ അവിടെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അങ്ങോട്ടൊന്നും മേലോട്ട് കയറാൻ പറ്റില്ല. ഇത്രയും വലിയ കൊട്ടാരം കേട്ടോ. ഗൈസ് ഞാനിതിൽ സംസാരിക്കാൻ എന്നാലും കുറേ സംസാരിക്കാനുണ്ടാവും. കാഞ്ചന ചരിത്രപരമായ ഒരു സ്ഥലമാണ്. നല്ല ടൂറിസ്റ്റ് ഏരിയ ഉണ്ട്. ഇഷ്ടം പോലെ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതുണ്ടോ ഇതൊരു മെയിൻ എൻട്രൻസ് ഇങ്ങനെ കേട്ടോ. അത് അങ്ങോട്ട് ആ എൻഡ് വരെ നമുക്ക് പോകാൻ പറ്റുന്നതാണ്. അവിടെ നല്ല കാഴ്ച നോക്കിയേ. എന്താല്ലേ നിങ്ങളിത് കണ്ടിട്ട് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇത് കൈ കൊണ്ട് കൊത്തി നിർമ്മിച്ചാന്ന് പറയുമ്പോഴേ അല്ലേ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇതിന് ഭിത്തി തന്നെ നോക്കിയേ എത്ര തരം ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എനിക്ക് ഉണ്ടാക്കി എത്ര സമയം എടുത്തിട്ടുണ്ടാവും. ഇങ്ങോട്ടെല്ലാം വഴികളും കേട്ടോ. ഇത് ഇവിടെ നിന്നുള്ളൊരു മെയിൻ വ്യൂ ആണെന്ന് തോന്നുന്നത്. ഇതിവിടുന്ന് പുറത്തോട്ടുള്ള കാഴ്ച കേട്ടോ. ഇതുണ്ടോ അതങ്ങ് പുറത്തോട്ടുള്ള കാഴ്ചയാണ്. എന്തായാലും നമുക്ക് പുറത്ത് വരാം. ഇങ്ങോട്ടുള്ള വഴിയുണ്ട്, ഇങ്ങോട്ടൊരു വഴിയുണ്ട്. അപ്പോൾ ഗൈസ് ഇത് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി നോക്കട്ടോ. കേരളത്തിൽ ഓരോരോ പ്രതിമകൾ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓരോരോ ഭാഗത്തു നിന്നും ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂ ഉണ്ട്. ഇവിടുന്ന് ഉള്ളിലോട്ടൊക്കെ വാതിലുണ്ട്. അതൊക്കെ രണ്ടാമതേ വാതിൽ വെച്ചതാട്ടോ. ആളുകൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതേ കാണണം. ഇതിൻ്റെ ഏറ്റവും ആദ്യം പണിതതിൻ്റെ മേൽക്കൂമ്പാര കണ്ടോ. അതായത് ആക്ച്വലി ആ മലയുണ്ടോ, ആ മലത്ത് മൊത്തം ഒരു മലയായിരുന്നു. ഈ കാണുന്ന മൊത്തം ഒരു പാറയായിരുന്നു. ആ പാറയുടെ മുകളിൽ നിന്നാണ് കൊത്തി താഴോട്ട് വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം നിർമ്മിച്ചത് ഈ കാണുന്നതാവും. ആദ്യം നിർമ്മിച്ചിട്ടുണ്ടാവും, എന്നിട്ടാണ് ഈ ചുറ്റോറും നിർമ്മിച്ചിട്ടുണ്ടാവുക. അങ്ങനെ തന്നെ ആവാൻ സാധ്യത കേട്ടോ. എനിക്കറിയില്ല. ഞാൻ ആ കാലത്ത് ജനിച്ചിട്ട് എൻ്റെ പൊടി പോലും ഉണ്ടാവില്ല. എൻ്റെ ഉപ്പാൻ്റെ ഉപ്പൻ്റെ ഉപ്പന്നെ അങ്ങനെ കയറി കാലം അത്. എന്തായാലും അന്ന് ഈ പറഞ്ഞ ഇരുമ്പും സിമെൻറ്റ് ഈ വക സാധനങ്ങളൊന്നും കണ്ടെത്തിയില്ല കേട്ടോ. അടിപൊളി. ഞങ്ങൾ ഇന്നലെ നാളെ കയറാമെന്നാണ് വിചാരിച്ചത്. ആളുകൾ കുറവുള്ള സമയത്ത് രാവിലെ തന്നെ കയറാം. പക്ഷേ നാളെ എനിക്ക് തോന്നുന്നു അടവാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഗൂഗിളിലൊക്കെ അങ്ങനെ കാണിക്കണം. അതായത് ചൊവ്വാഴ്ച അടവാന്നാണ് കാണിക്കണത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. കണ്ടോ നമുക്ക് ഇനി നമ്മളിപ്പോൾ അങ്ങനെയാണ് കയറി വന്നത്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ. നമ്മൾ ഉള്ളിലോട്ടും കയറാൻ പറ്റും. അതായത് ഇതിനകത്ത് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറേ കാണാനുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഓരോരോ ഭാഗത്തു നിന്ന് ഞാനിപ്പോൾ അങ്ങേ സൈഡിലേക്ക് വന്നിട്ടോ. ഇതുണ്ടോ ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ ആ കാണുന്ന മേൽക്കൂര കണ്ടോ. അത് ഞാൻ തുടക്കം തോന്നുന്നുണ്ട്. നമുക്ക് എങ്ങനെയാലും അകത്തോട്ട് കയറി നോക്കട്ടോ. അതിൻ്റെ മെയിൻ ഉൾഭാഗമുണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറി നോക്കാം. അപ്പോൾ ഇതേ കാണുന്ന വാതിലുണ്ടോ, അങ്ങോട്ട് നമുക്ക് ഉള്ളോട്ട് കയറാൻ പറ്റും. അപ്പോൾ അങ്ങോട്ട് കയറി നോക്കാം. അതിനുള്ളിൽ കയറാൻ പറ്റും കേട്ടോ. ചെരുപ്പ് ഇവിടെ ഊരിയിടണം. ഉള്ളിലൊരു മന്ദിരമാണെന്ന് തോന്നുന്നു അകത്ത്. എന്തായാലും നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. ചെരുപ്പോട്ടോട്ട് ഊരിയിട്ടോ. എന്തായാലും പാടില്ല, കയറി വെക്കാം.
അപ്പോൾ കഴിച്ച് നമ്മൾ അകത്തോട്ട് കയറി നോക്കാം കേട്ടോ. നല്ല തിരക്കാണ്, നല്ല റഷ് ഉണ്ട് കേട്ടോ അകത്ത്. വെളിച്ചം കമ്മിയാട്ടോ. ലൈറ്റ് കത്തിച്ച് നോക്കിയാൽ ഇതിനകത്തുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഓഹോ, എന്തായാലും നിങ്ങൾ കാണാമോ അവിടെ നോക്കിയേ. എന്തായാലേ ആളുകൾ നടന്ന് നല്ല മിൻസായിക്കണം കേട്ടോ അവിടെ. നിലമൊക്കെ നോക്കിയാൽ ഓരോരോ ഡിസൈനുകൾ കൊത്തി നിങ്ങൾ കാണുന്നില്ല. ലൈറ്റിൻ്റെ കുറവുണ്ട്. ലൈറ്റ് ഇത് പുറത്ത് ലൈറ്റ് ഉണ്ട് കേട്ടോ അങ്ങോട്ടുള്ളോട്ട്. ദേ ഇവിടെ എല്ലാം ഓരോരോ ശില്പങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട്. ഫ്ലാഷ് ഓണാക്കാൻ പറ്റും നോക്കട്ടെ. ഇതുണ്ടോ ഓരോരോ സൈഡിൽ ഓരോരോ കാഴ്ചകളാണ്. നമുക്ക് ആദ്യം ഇതിനകത്തോട്ട് കയറി നോക്കാം, എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ. വെളിച്ചത്തിൻ്റെ കുറവുണ്ട് കേട്ടോ, നല്ല രീതിയിൽ വെളിച്ചത്തിൻ്റെ കുറവുണ്ട്. ഇതിനകത്താണ് നമ്മളുള്ളത്. ഓക്കെ, ഇതിനകത്താണ് നമ്മളുള്ളത്. ഇവിടെ എന്താ മന്ദിരം എന്തോന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കയറി നോക്കാം. ഇവിടെ ശിവലിംഗത്തിൻ്റെ എന്തോ സംഭവം തോന്നുന്നു. വെളിച്ചത്തിൻ്റെ കുറവ് നല്ലോണം. ഇതിനകത്താണ് ഇപ്പം നമ്മളുള്ളത്. നമ്മളിന്ന് പുറത്തോട്ട് ഇങ്ങോട്ട് പോയി നോക്കട്ടോ. അതെ, ഇതുണ്ടോ ഇതിനകത്ത് ഓരോരോ ക്രമീകരണം നമുക്ക് തോന്നുന്നു. അതിനകത്ത് എന്താണെന്നറിയില്ല. ഇത്രയേ ഉള്ളൂ. ഇതെന്തോ ഓരോരോ ഇത് പോലെ കേട്ടോ, ഓരോരോ റൂം പോലെ ഓരോരോ മന്ദിരം സംഭവമൊക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. ഇതുണ്ടോ ആളുകൾ നടന്ന് മിൻസായിക്കും കേട്ടോ ഒരു ഇതൊക്കെ നേരം. എന്താല്ലേ എത്ര പോലെ പ്രതിമകളാണ് കൊണ്ടോക്കിയ കൊത്തി കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടാ ചുമരിൽ. നിങ്ങളിതൊക്കെ ആലോചിച്ച് നോക്കി, ഇതിങ്ങനെ കൊത്തി 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 ഉണ്ടാക്കുക എത്ര സമയം എടുത്തിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ടല്ലേ. ഇതെല്ലാം ഓരോരോ മന്ദിരം പോലത്തെ സംഭവങ്ങളാണ് കേട്ടോ കാണുന്നത്. അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പറയാൻ അറിയത്തില്ല, അതിനാണ് തോന്നുന്നു. ഇതെന്ത് സംഭവം? ഇതെന്തോ പഴയ കാലത്ത് ഉപയോഗിച്ചെന്തോ സംഭവം തോന്നുന്നു. കണ്ടിട്ട് തകർന്നിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് എനിക്ക് തോന്നുന്നു. എന്താണ് സംഭവം അറിയുന്നവർ ഇഷ്ടം കമൻ്റ് അറിയിക്കേ. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്ത് പ്രധാനപ്പെട്ട സംഭവമാണ് ഉണ്ടോ. നമുക്ക് എങ്ങനെയാലും അങ്ങോട്ട് പോയി നോക്കട്ടെ. നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗമുണ്ട്, അതാണ് ഏറ്റവും കൂടുതൽ ചരിത്രപരമായൊരു ഭാഗം കേട്ടോ. ആ കാണുന്ന സംഭവത്തിൽ എന്തോ ചരിത്രമുണ്ട്. ഇത് ഗൈഡാണ് തോന്നുന്നു. ഇവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. അതിൻ്റെ ചരിത്രം എന്താണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. കുറേ ഭാഗങ്ങൾ ഡാമേജ് ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവർ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവം?
ये गणेश ही है, हर गणेश का फेस लेफ्ट साइड रहेगा, ये राइट साइड है, क्या बोलता है तोंडम बलमुरी, उसको गुस्सा ज़्यादा है इसलिए घर में नहीं लाते हैं। लेफ्ट वाले का नॉर्मली पूजा है, राइट वाले का थोड़ा हार्ड रहता है इसलिए नहीं लाते हैं। पर कोई अच्छा पूजा करेगा तो ही लाएगा, नहीं तो कंटिन्यू लेफ्ट साइड वाला। അതെന്തോ അവരെന്തോ ചോരയുടെ അടയാളം തോന്നുന്നു കേട്ടോ. എനിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവർ ചരിത്രങ്ങൾ മൊത്തം ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കണം ഡീറ്റെയിൽസ് ആയിട്ട്. ഇത് കണ്ടോ, എന്തോ സംഭവം എനിക്ക് മനസ്സിലാവും. ആ ചോര അതേപോലെ നിൽക്കും, ചോര കളറിനെ പോലത്തെ ചുവപ്പ് കളർ കേട്ടോ. എന്താണ് സംഭവം എനിക്ക് മനസ്സിലായില്ല. കുറേ ചരിത്രങ്ങളുണ്ട്, മൂപ്പര് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. മുകളിൽ കണ്ടോ ഓരോ സംഭവങ്ങളുണ്ട് കേട്ടോ. ചരിത്രം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ചരിത്രങ്ങളുണ്ട്. എന്താണെന്ന് കാര്യമായിട്ട് എനിക്കറിയത്തില്ല. എന്താ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന പോലെയല്ല കേട്ടോ. ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പറയാനുണ്ട് ഇതിൽ. ഇതിനകത്ത് ഇത്ര എന്തുണ്ട്, മുകളിൽ എന്തോ ഉണ്ട് കേട്ടോ. കണ്ടോ എന്താന്ന് സംഭവം എനിക്ക് മനസ്സിലായില്ല. കണ്ടോ ഇതുണ്ടോ, കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇതിൽ. അപ്പോൾ അതായത് ഗൈസ് 300 വർഷം പഴക്കമുള്ളതാട്ടോ ഈ കാണുന്നത്. അതായത് ഇതിൽ 16 പില്ലറുകളുണ്ടെന്ന് പറഞ്ഞ് അതിൽ 16ഉം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോരോ പില്ലേഴ്സാട്ടോ. അതാണ് ഓരോരോ പില്ലറും വ്യത്യസ്തപരമായ ഡിസൈനിലാട്ടോ. കണ്ടോ ഈ പില്ലർ നോക്കിയാൽ ഈ ഒരു ഡിസൈനിലാണ് ഉദ്ദേശിച്ചത്. നേരെ കുറച്ച് ഈ പില്ലർ നോക്കിയാൽ കണ്ടോ മുകളിൽ കണ്ടോ ഡിസൈൻ മാറിയിട്ടുണ്ട് കണ്ടോ. അതേപോലെ ഇതുണ്ടോ ഇവിടെ നോക്കിയേ, എല്ലാം വ്യത്യസ്തമാണ് കേട്ടോ ഡിസൈന്, പലതരത്തിലുള്ള ഡിസൈനാണ്. അങ്ങനെ കുറേ ചരിത്രങ്ങളുണ്ട്. ഇത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇവർ ഹിന്ദിയിൽ ഗൈഡ് ഉണ്ട്, നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഇവിടുന്ന് പറഞ്ഞു തരുന്ന സംഭവം. അവർ ഹിന്ദിയാണ് പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും കുറേ കാര്യങ്ങളുണ്ട്. അവർ എല്ലാവരും ഇതായാലും ഇവിടെ നിന്ന് സുജൂദ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉണ്ടോ എന്താണെന്ന് അറിയത്തില്ല. അതിനൊക്കെ ഓരോ ചരിത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഗൈസ് ഇത് പാലി ലാംഗ്വേജ് ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്താണത് കണ്ടോ. അതായത് പാലി ലാംഗ്വേജ് അങ്ങനെയാണ് പറയപ്പെടുന്നത് കേട്ടോ. അതവിടെ കൊത്തി വെച്ച് ഇങ്ങനെ എന്തോ എഴുതിയതാണ് കേട്ടോ സംഭവം. കൊത്തിയാണ്ട് ഗൈസ് അങ്ങനെ ദേ കാണുന്ന മുകളിലോട്ട് നമുക്ക് കയറാൻ പറ്റട്ടെ. ഏറ്റവും ടോപ്പിലോട്ട് നമുക്ക് കയറാൻ പറ്റും. എങ്ങനെയാലും നമുക്ക് അങ്ങോട്ട് പോകണം. അതായത് അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ നിന്നുള്ള വിഷ്വൽസൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ മുകളിൽ കയറാൻ പറ്റും നമുക്ക്. ദേ അവിടെ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ വയ്യാട്ടത് അങ്ങനെയാണ് കയറൽ. അങ്ങനെ അടി കൂടി കയറിയിട്ട് ഉള്ളിലൊരു സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ. ഓക്കെ, ചരിത്രങ്ങളെന്ന് വെച്ചാൽ കുറേ ഉണ്ട് കേട്ടോ. അതിലുള്ള ഒരു ചോരൻ്റെ ചുവന്ന കളർ അടയാളം കാണാൻ എന്താണെന്ന് എനിക്കറിയില്ല. കുറേ ഇവിടെ ഗൈഡ് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുടെ ഇവിടെ ഉള്ളിൽ ഈ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവർക്ക് 50 രൂപ 100 രൂപ കൊടുത്താൽ അവർ പറഞ്ഞൊരു സംഭവം. പക്ഷെ ഹിന്ദിയിലാണ് ആണ് വിഷയം, നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരും കേട്ടോ. അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ അതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന അമ്പലത്തിൻ്റെ ടോപ്പ് ഭാഗം നമുക്ക് കാണാൻ പറ്റും. കംപ്ലീറ്റ് വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലോട്ട് കയറണം. ഓക്കെ 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 ബൈ. ഓക്കെ വി ആർ ഗൈസ് മൈ സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ ബൈ. അപ്പോൾ ഗൈസ് ഇവിടെ നിന്ന് സബ്സ്ക്രൈബർ കിട്ടിയിട്ടോ. ഓക്കെ പിടിച്ചരാം.
ഗൈസ് ഇതായിട്ട് ഇതിൻ്റെ മേൽക്കൂര നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. എൻ്റെ ഏറ്റവും ആദ്യം പണിഞ്ഞത് ഗൈസ് ഈ കാണുന്ന കേട്ടോ മേൽക്കൂര നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ആദ്യം പണിഞ്ഞത് കേട്ടോ. അവിടുന്ന് അങ്ങ് താഴോട്ടാണ് ഈ ഒരു ടെമ്പിൾ, ഈ ഒരു കേവ് മൊത്തത്തിൽ അന്നത്തെ രാജാവ് തൻ്റെ രാജ്ഞിക്ക് വേണ്ടി പണിഞ്ഞ് കൊടുത്തത് കേട്ടോ. 10-18 വർഷങ്ങളെടുത്തിട്ട് പണിത് കൊടുത്ത സംഭവമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ വേണ്ട, ഈ ഒരു പാറ ഉണ്ടോ, ഈ ഒരു പാറ ഇങ്ങനെ തുരന്ന് അങ്ങനെയായിട്ട് നിർമ്മാണം ചെയ്തത്. സംഭവം ഗൈസ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന സെക്യൂരിറ്റി നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിട്ടോ. എന്താല്ലേ അവിടെ നോക്കിയേ, ആ കാണുന്ന മേൽക്കൂര നിങ്ങൾ ചിന്തിച്ച് നോക്കിയില്ലേ, എത്ര സത്യം പറഞ്ഞാൽ അന്ന് ആ രാജാവിന് ഒരു അസുഖം വന്ന്, ആ അസുഖം വന്നിട്ട് രാജാവ് തൻ്റെ രാജ്ഞി ഒരു പ്രാർത്ഥനയില്ല, നമ്മൾ നേർച്ച ചെയ്യുമല്ലോ, അതേപോലെ നേർച്ച ചെയ്താൽ എൻ്റെ രാജാവിൻ്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ ഞാൻ ഒരു കൊട്ടാരം ഉണ്ടാക്കും. ആ കൊട്ടാരത്തിൻ്റെ മേൽക്കൂര പണിയുന്നത് വരെ ഞാൻ അത് നോമ്പെടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പം അത് നേർച്ച ചെയ്ത ആ സമയം തന്നെ രാജാവിൻ്റെ അസുഖം മാറുകയും പിന്നെ അതായത് എന്നിട്ട് എന്തുണ്ടായി വെച്ചാൽ അത് പെട്ടെന്ന് രാജാവ് എന്ന് വിചാരിച്ചു അത്രയും സമയം ഈ ഒരു കൊട്ടാരത്തിൻ്റെ മേൽക്കൂര പണിയുന്നത് വരെ രാജ്ഞി നോമ്പെടുത്ത് കഴിഞ്ഞാൽ രാജ്ഞി മരണപ്പെടും അല്ലേ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഏതോ ഒരു ആശാരി അങ്ങനെ അവർ നിർമ്മാണം തുടങ്ങിയത്. എങ്ങനെ അറിയാം, നേരെ മേൽക്കൂരയാണ് ആദ്യം പണിതത്. അങ്ങനെ എന്തൊക്കെയോ ചരിത്രങ്ങളുണ്ട് കേട്ടോ. ആക്ച്വലി കുറേ കേവുകളുണ്ട് കേട്ടോ. അതായത് ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ 2-3 മണിക്കൂർ ഇന്ന് കാണാൻ പറ്റുന്ന സംഭവം ഉണ്ടോ. കേവ് നമ്പർ 15. കുറേ കേവുകളുണ്ട് ഇവിടെ കാണാനായിട്ട്. ഇതെല്ലാം അന്ന് നിർമ്മിച്ചതാട്ടോ. കണ്ടോ അവിടെ ഏതോ അങ്ങോട്ട് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അതായത് ഒന്ന് സമയം കഴിഞ്ഞു, നമുക്ക് അങ്ങനെ മൊത്തം കാണിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാലും നമ്മൾ തിരിച്ച് പുറത്തോട്ട് തന്നെ ഇറങ്ങുക കേട്ടോ. ഏറ്റവും നല്ല അതാണ്. ഓക്കെ, നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അത് അവിടെ എല്ലാം കുറേ കേവുകൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ഞങ്ങൾക്ക് ഫുള്ള് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം വെച്ചാൽ സമയം കഴിഞ്ഞു. എല്ലാവരും ചൂള വിളിക്കുന്ന സൗണ്ട് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതായത് സെക്യൂരിറ്റി വിളിക്കുക കേട്ടോ. അതായത് സമയം ക്ലോസ് ചെയ്യേണ്ട ഏകദേശം 6 മണി വരെ ഇതിൻ്റെ സമയം. ഏകദേശം ഇപ്പോൾ 6 മണി കഴിഞ്ഞു. എല്ലാവരും വിളിച്ച് പുറത്തിറങ്ങുമ്പോൾ കുറേ സമയമാവും. അതാണ് സംഭവം. അപ്പോൾ കഴിച്ച് നമ്മൾ പോകുമ്പോൾ കുറച്ച് ആൾക്കാർ ഈ കാണുന്നൊരു ജേർണലിസ്റ്റ് ആട്ടോ, ഇവിടുത്തെ മഹാരാഷ്ട്രയിലെ. നമുക്ക് myself Ashok Bankar. I am studied from Dr. Babasaheb Ambedkar Marathwada University, Aurangabad. And what is your name? Sinan. And we met Sinan and YouTube channels of them. We are good friends to caves, and also we meet you and your experiences you share our team is good. Yeah. Okay. Thank you. Hi, my name is Sangaratna Ucharan and I am studying at music in Dr. Babasaheb Ambedkar University. Yeah. Nice to meet you, sir. Yeah. Your name? My name is Vishwajit Bangar. I am still standard learning. Okay. You are 3 friends? We are various districts come to here to study. Yeah. Okay. In university, and we met here. Yeah. And, good friends. Yeah. Now we are good friends. Yeah. Okay. Meet again. Thank you. Okay. See you. Bye. Instagram ID Yeah, same name. Same name Instagram ID. Okay. Same name YouTube. Okay. Okay. Bye.
Nice to meet you. ഓക്കെ താങ്ക് യു. അപ്പോൾ ഗൈസ് ഇവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല ഫ്രണ്ട്ലി ആയിട്ടോ. അത് നടുവിലേക്കാണ് ജേർണലിസ്റ്റാണ്. ഓക്കെ ബൈ ബൈ. അപ്പോൾ ഗൈസ് ഞാൻ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഏകദേശം ഈ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ടാവും എനിക്കറിയാം. വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളിത് വണ്ടി എവിടെ പാർക്ക് ചെയ്തിരുന്നു. അവിടെ പേ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ അന്യായ പൈസയാണ്. 50 രൂപ 100 റുപ്യൊക്കെ ആയിട്ട് ഒരു വണ്ടിക്ക് പേ പാർക്കിംഗ് അവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ അത്യാവശ്യം നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ എല്ലാവരും മഹാരാഷ്ട്രയിൽ നിന്ന് ഒരിക്കലും മിസ് ചെയ്ത് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് എല്ലാവരും പുതിയ ഓർഗനൈസേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.